വീട്ടിലിരുത്താൻ വേണ്ടി എന്തെങ്കിലും കാണിക്കണ്ടേ, കാരണം പുറത്താണെങ്കിലും കുട്ടികൾ കളിക്കാൻ പോകാൻ നല്ല ഒന്നാന്തരം വെയിലാണ്. അപ്പോൾ വൈകിട്ട് കളിക്കാൻ പോകും. അപ്പോൾ പുതിയൊരു സാധനം പുതിയ കുട്ടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഗ്യാങ്ങിൻ്റെ കൂടെ ഇരുത്താനുള്ള കള്ളനാണോ? ഒരു കള്ളൻ കയറിയിട്ടുണ്ട് ഗൈസ് റൂമില്. ചെറിയൊരു കുഞ്ഞു കള്ളൻ ഉണ്ടാവില്ല കുട്ടിക്കുള്ള, അതായത് ഈ പ്രസവാനന്തര ശുശ്രൂഷയൊക്കെ ഉണ്ടാവൂലേ, അതാണ് കേട്ടോ. പട്ടാമ്പിൽ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ കുറേ ദിവസമായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ടെ, കുറേ ദിവസമായൊരു വ്ളോഗൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോഴേ ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മളെ മങ്കട വീട്ടിലായിരുന്നു കേട്ടോ, ഇക്കടെ വീട്ടിലായിരുന്നു. അവിടെ പോയപ്പോഴും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എടുത്തു. ഓ, ഇവിടെ ചക്ര ഉരുട്ട് തുടങ്ങിയോ? പുറത്തു കൂടെ അല്ല അകത്തു കൂടെ ആക്കാം. അന്ന് പുറത്തു കൂടെ വേണ്ട കേട്ടോ, അകത്തു കൂടെ മതി. പുറത്താകുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ആവും. പുതിയ കളിക്കുന്ന ഐറ്റം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒന്നിട്ട് കൊടുത്താൽ കാണിച്ചിരുന്നാ കേട്ടോ. സ്കൂള് പൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വീട്ടിൽ പുറത്താണെങ്കിലും കുട്ടികൾ കളിക്കാൻ പോകാൻ നല്ല ഒന്നാന്തരം വെയിലാണ്. അപ്പോൾ വൈകിട്ട് കളിക്കാൻ പോകും. അപ്പോൾ പുതിയൊരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ ഇത് ഞാൻ വേണമെങ്കിൽ ഷോർട്സിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര പ്രൈസൊന്നുമില്ല, കുട്ടികൾക്ക് ഉള്ളിൽ കൂടെ ഒക്കെ രസത്തിൽ ഇങ്ങനെ ഓടിക്കാൻ പറ്റിയ ഒരു സാധനം അല്ലേ, അങ്ങനെയൊക്കെ വേണം. അതായത് എന്താ പറയുക, ആ ഒരു പൈസക്കനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്, അല്ലാതെ ഭയങ്കര ഹൈടെക് സാധനം ആയിട്ടൊക്കെ തോന്നില്ല. വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഓടിച്ച് കളിക്കാം. വിരുന്ന് പോകുമ്പോഴുള്ള പാക്കിങ് എനിക്ക് ഇഷ്ടമാട്ടോ. അതായത് നമ്മൾ തിരുമ്പിയൊക്കെ എടുത്ത് സാധനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. പക്ഷെ വിരുന്ന് പോയി കഴിഞ്ഞ് വന്നിട്ടുള്ള അൺപാക്കിംഗ് ആണ് ഭയങ്കര മടിയാണ്. അതിൽ കുറച്ച് വാഷ് ചെയ്യാനുള്ളത് ഉണ്ടാവും, ഡ്രൈ ക്ലീനിങ് കൊടുക്കാനുള്ളത് ഉണ്ടാവും, ഒക്കെ മാറ്റി വെക്കണ്ടേ, അത് കുറച്ച് മടിയാട്ടോ. നല്ല മാഗി ചൂടത്ത് നല്ല മാംഗോ ജ്യൂസ് ഇങ്ങനെ കുടിക്കാം. പക്ഷേ മാംഗോ ജ്യൂസ് കുറച്ച് തടി വെക്കണതാണ് കേട്ടോ, കുറേ ഒന്നും കുടിക്കാൻ പറ്റില്ല. ഞാൻ പാക്കിങ് ചെയ്യാം. ഇപ്രാവശ്യം ഞാനൊരു 5-6 ദിവസത്തേക്ക് പോയതുകൊണ്ട് കുറേ ലഗേജുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ഇങ്ങനത്തെ സിബ് ലോക്ക് കവറിലാണ് കേട്ടോ ഡ്രസ്സുകൾ കൊണ്ടുപോവുക. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇങ്ങനത്തെ സിബ് ലോക്ക് കവറിലാക്കിയിട്ട് സ്വന്തം ഈ ഡ്രൈ ക്ലീനിങ് എന്തോ ക്യാമറ പോലെ താഴ്ത്തായി പോലെ. ഡ്രൈ ക്ലീനിങ്ങിന് ഡ്രസ്സ് കൊടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ഇങ്ങനെ മടക്കി കവറിലാക്കി കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതിങ്ങനെ തന്നെയാണ് ഷെൽഫിൽ വെച്ചാൽ നെക്സ്റ്റ് യാത്ര പോകുമ്പോൾ എടുത്താൽ മതി. പിന്നെ ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ എപ്പോൾ സാനിറ്ററി പാഡിൻ്റെ വീഡിയോ കാണിച്ചാലും അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞാലും എല്ലാവരും പറയുന്നതാണ്, നിങ്ങളിപ്പോഴും ഈ സാനിറ്ററി നാപ്കിനാണോ യൂസ് ചെയ്യുന്നത്, നമ്മളൊക്കെ മെൻസ്ട്രൽ കപ്പാണെന്നൊക്കെ. ഞാനെപ്പോഴും സാനിറ്ററി നാപ്കിൻസാണ് യൂസ് ചെയ്യുക. നല്ല ഹെവി ഫ്ലോ ഉള്ളവർക്കാണ് സാനിറ്ററി നാപ്കിൻ അല്ലെങ്കിൽ ഇതുപോലെ പീരിയഡ് പാൻറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഹെവി ഫ്ലോ ആയ കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ സാനിറ്ററി നാപ്കിനാണ് കുറച്ചുകൂടി കംഫർട്ടും തോന്നിയിട്ടുണ്ട്. അതിൽ തന്നെ എവേർട്ടിൻ്റെ ഈ ഒരു പീരിയഡ് പാൻറ്റീസ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര കംഫർട്ടാവും, എസ്പെഷ്യലി ഫോർ ഹെവി ഫ്ലോ ഉള്ളവർക്ക് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആവുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു പീരിയഡ്സ് കഴിഞ്ഞാൽ തന്നെ അടുത്ത പീരീഡ്സിൽ ഇത് ഓർഡർ ചെയ്ത് വെക്കും കേട്ടോ. ഇത് ഇവിടെ വീട്ടിലുണ്ടെങ്കിലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. നമ്മൾ സാധാരണ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല ഹെവി ഫ്ലോ ഉള്ളവർ ഇത് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ, അതായത് 4 ഭാഗത്തു നിന്നും ലീക്ക് ആവില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്കൊരു ദൂരയാത്ര പോകാനോ രാത്രി ഉറങ്ങാനൊക്കെ ഇതങ്ങോട്ട് വെയർ ചെയ്താൽ പിന്നെ ഈസിയാണ്. കാരണം ഇത് യൂസ് ചെയ്താൽ പിന്നെ നമുക്ക് വേറൊരു പാൻറ്റി കൂടി ഇടേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോഴൊക്കെ ഹെവി ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് ഞാനൊക്കെ 2 പാൻറ്റീസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അതിനൊന്നും ആവശ്യമില്ല, ഈ ഒറ്റ ഇടണം മതി, പിന്നെ ഒരു പാൻറ്റീസ് വേറെ ഇടേണ്ട ആവശ്യം പോലും വരില്ല. 360 ഡിഗ്രി കോസി കവറേജ് ആണ് ഫോർ നോ സ്റ്റെയിൻ ഇൻ ഹെവി പീരീഡ്സ് എന്നാണ് പറയുന്നത്. 2 times ഫാസ്റ്റർ അബ്സോർപ്ഷൻ ഉണ്ട്. ബോഡി ഹാങ്കിങ് പാൻ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് നല്ല സുഖമായിട്ട് കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ ഇതിൽ വെറ്റ്നസ് ലോക്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നോ ഓർഡർ ആൻഡ് നോ ലീക്കേജ്. ഇതിൽ 10 പാൻറ്റീസ് ഉണ്ടാവും കേട്ടോ. ഇത് ലാർജ് ടു XL സൈസിലാണ്, വേറെ സൈസസ് അവൈലബിൾ ആണ്. ഇതിന് വെറും 399 ഉള്ളൂ. ഓർഡർ ചെയ്താൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ സാധനം കയ്യിൽ കിട്ടും. ഇതാണ് പീരിയഡ് പാൻറ്റി കേട്ടോ. ഇത് ഭയങ്കര കോട്ടണി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഇത് സ്ട്രെച്ച് ആവുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രെച്ച് ആവും, നല്ല കവറേജും കിട്ടുന്ന തരത്തിലുള്ള പീരിയഡ് പാൻറ്റീസ് ആണ് കേട്ടോ. എണ്ണത്തിന് വെറും 399 ഉള്ളൂ. വേറെ കുറെ ബ്രാൻഡിൻ്റെയൊക്കെ നല്ല പ്രൈസ് ആണ് കേട്ടോ. പിന്നെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റും. എവേർട്ടിൻ്റെ ഒരു പീരിയഡ് കെയർ മെൻസ്ട്രൽ പീരിയഡ് പാൻറ്റീസ് കേട്ടോ. എവേർട്ടിന് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എപ്പോഴും എവേർട്ടിൻ്റെ സാനിറ്ററി പാഡ്സ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ പീരിയഡ് പാൻറ്റീസ് വന്നതിന് ശേഷം ഞാൻ മിക്കവാറും പീരിയഡ് പാൻറ്റീസ് ആണ് യൂസ് ചെയ്യുക, അതിൻ്റെ ഒരു കംഫർട്ട് കാരണം. അപ്പം ഇതെപ്പോഴും നമ്മളെ പെട്ടിയിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തിടാം കേട്ടോ.
ഒന്ന് ഇതുവരെ എവേർട്ടിന് യൂസ് ചെയ്യാത്തവർ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി. നിങ്ങളും പിന്നെ എവേർട്ടിൻ്റെ ഫാനായി മാറും. ഓക്കെ, അപ്പം നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തിടാം. ഇതിൽ കാണിക്കുന്ന മിക്ക ഡ്രസ്സുകളും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്സ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ അടുത്ത് എന്നോ ഉള്ളതാണ്. ഇത് ഞാൻ സുഡിയോ എന്ന് വാങ്ങിച്ചൊരു പലാസോ, ഓർമ്മയുണ്ടാവും ഞാൻ പണ്ട് കൊച്ചിയിലൊക്കെ പോകുമ്പോട്ട്. അതെൻ്റെ അടുത്ത് ഇപ്പോഴും ആളുകൾ ആ ഷോർട്സിൽ നിന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇതിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിക്കും. പിന്നെ ഇത് ലിങ്ക് അല്ല, ഇത് സുഡിയോ എന്ന് വാങ്ങിച്ചതാണെന്ന് പറയാറാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഡ്രസ്സ് പിന്നെ ഇങ്ങനത്തെ പാറ്റേണിൽ കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതും എനിക്കൊരു ഡിസൈനർ പേജിൽ നിന്ന് അയച്ചതായിരുന്നു. ഇതിങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതൊക്കെ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ പുതിയതാണെങ്കിലും 1-2 വട്ടം ഇടുമ്പോൾ നമുക്കത് പിന്നെ മതിയാവും, പിന്നെ ഇടൂല, അപ്പം ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. ഇത് കുറേ കാലമായിട്ട് ആർക്കും കൊടുക്കാത്ത ലിസ്റ്റിൽപ്പെട്ട കുറച്ച് ഡ്രസ്സുകളാണ്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. നല്ല രസമായിട്ടുണ്ടെങ്കിൽ കാണാൻ. ഈ പാൻറ്റൊക്കെ പിന്നെ സുഡിയോന്ന് എടുത്ത പാൻറ്റായിരിക്കും. ഇത് പിന്നെ നമ്മൾ സുൽത്താൻ്റെ ഷിക്കായ എന്ന് മേടിച്ച നൈറ്റ് ആയിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ വാഷ് ചെയ്യാനുള്ളത് പുറത്ത് കിടാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചടങ്ങ്. അവിടെ പോയപ്പോൾ എനിക്ക് മിസ്സായ 2 കാര്യമാണ്. എനിക്ക് 2 അബായൻ്റെ ഷൂട്ട് എടുക്കാണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള 2 അബായായിരുന്നു കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ഷൂട്ട് എനിക്ക് മുഴുവൻ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ അതാണ് ചെയ്യാനുള്ളൊരു മെയിൻ പണി. എന്നിട്ട് അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അബായ നല്ല ഭംഗിയുള്ള 2 അബായകൾ ഉണ്ടെങ്കിൽ എനിക്ക് ആ അബായൻ്റെ വർക്ക് തന്നെ നല്ല രസമല്ലേ. അപ്പം ഞാനിതിൻ്റെ വീഡിയോ എടുക്കട്ടെ. വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്സ് ഷെയർ ചെയ്യാം കേട്ടോ, ഇൻസ്റ്റഗ്രാമിൻ്റെ. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ അബായ കസ്റ്റമൈസ് ചെയ്യാനും കണ്ടോ. ഇത് സ്ലീവൊക്കെ നോക്ക്, നല്ല ഭംഗിയില്ലേ. ഒരു ഫെല്ല ഡിസൈൻ എന്ന് പറഞ്ഞ പേജിൻ്റെയാണ് ഒരു അബായ ഉള്ളത്. ഇതും ഭയങ്കര രസമുള്ളൊരു അബായ. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പേജിൽ നിന്ന് എനിക്ക് അയച്ചെന്നാണ്. നോക്ക്, ഇതിൻ്റെ ബാക്കിൽ വരുന്ന വർക്ക് നോക്ക്, നല്ല ഭംഗിയുള്ള ഒരു അബായാണ് കേട്ടോ. ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ എനിക്കിങ്ങനെ കൊതിയത്. ഒരു കഫ്തൻ ടൈപ്പിൽ വരുന്നൊരു അബായാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ അടുത്തത് വേഗം ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതുപോലെയൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഓക്കെ, അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിട്ട് അതിൻ്റെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഡ്രസ്സുകളിൽ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പോഴത്തേനും അയ്യോ കറണ്ടാണ് പോയി. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് കേട്ടോ മങ്കയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ചൂസാണെങ്കിലും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാവക്കാട് പോയിരിക്കുകയായിരുന്നു. അതുപോലെ നിത വെക്കേഷൻ ആയതുകൊണ്ട് ഒരു വീക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നിഷയും മിനിയും പിന്നെ ഞാനും കേട്ടോ ആ ഒരു വീക്ക് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് താത്ത വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് ക്ലീനിങ്ങിനും മറ്റു ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഷാജി താത്ത വരാറാണ് കേട്ടോ. ഇവിടെ മിനി ആണെങ്കിൽ എൻ്റെ ചെറിയ സിസ്റ്ററിലോ അവൾ മെഡിക്കൽ കോഡിങ് ആണ്. അത് അവൾ ഗൾഫ് ടൈമിലാണ് വർക്ക് ചെയ്യണത്. പുലർച്ചെ 3:30 മണിക്കൊക്കെ തുടങ്ങും അവളുടെ വർക്ക്. വീട്ടിലിരുന്നിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫുൾ ടൈം ഒരു സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് വർക്ക് ചെയ്യേണ്ടതാണല്ലോ. അതുപോലെ നിത ആണെങ്കിൽ അവൾ ഇങ്ങനെ സ്കൂളിൽ അവൾ B.Ed ആണ് പഠിച്ചത്. അപ്പം ഇപ്പോൾ സ്കൂളിൽ ട്രെയിനിങ്ങിന് വേണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ നിഷ ആണെങ്കിൽ അവൾ കോഴിക്കോടാണ് ഉണ്ടാവുക, കാരണം അവളും PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടേക്ക് അവളെ പിടിച്ചോണ്ടാണ് ഓളവിടെ കുറ്റിയിട്ടോ. ഇവിടെ ഇക്കടെ വീട്ടിൽ ഇക്കയും ബ്രദേഴ്സും എല്ലാവരും ഒരുപോലെ തന്നെ. അതായത് അവർക്കൊക്കെ നമ്മൾ പഠിക്കണം, ജോലി ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിലും ആ ഒരു കാര്യത്തിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഇത് ഞങ്ങൾ ലില്ലിക്കുട്ടിയാണ്. ഞങ്ങൾ കേളി ഹെയർസ് നൂഡിൽസ് ഹെയർ ഒക്കെയാണ്. അവിടെ ഉണ്ട് നൂഡിൽസ് ഹെയർ കാണിച്ചു കൊടുക്കും. ലില്ലിക്കുട്ടി കാണിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് അതും കേട്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൂ, ഫ്രഷ് ആകാൻ പോകണുള്ളൂ. ഓൾറെഡി ഈ കന്തൂറിൻ്റെ ഡ്രസ്സ് അവളുടെ സൗദി വന്നപ്പോൾ കൊണ്ടുവന്നേനല്ലേ. ഉമ്മമാരെന്താ വിളിക്കുക? ഷിസിട്ട ഉമ്മാന്ന് വിളിക്കില്ലേ. അമ്മ കൊടുന്നതാണ് ഇത്ര. മിഷിൻ്റെ അമ്മ സൗദി വന്നപ്പോൾ കൊടുന്ന നല്ല രസങ്ങൾ കുഞ്ഞി കന്തൂരാണ് കേട്ടെ. അതിൻ്റെ ഉള്ളിൽ കയറി ഫിറ്റ് ആയിക്കണേ. കയ്യൊന്നും വേണ്ട, ഇവിടെ കാല് കൊടുക്കും അടക്കണ്ട. എന്താണ് കള്ളനാണോ? ഒരു കള്ളൻ കയറിയിട്ടുണ്ട് ഗൈസ് റൂമില്. ചെറിയൊരു കുഞ്ഞി കള്ളൻ കണ്ടോ? ഇല്ല അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റാ. വാ നീവിന് കയറടാ നീസ് നിന്നോട്. വേണ്ട കേട്ടോ, കൊള്ളൂലായിരിക്കണൊക്കെ അവനിക്ക് കയറാൻ വേണ്ടിയിട്ട്. ഡോണ്ട് ടച്ച്, എനിക്കത് ഇഷ്ടമല്ല. അവിടെ നിന്നോട്ടല്ലേ കുറച്ച് നേരം. ഷിസിട്ട ഇന്ന് ആരൊക്കെ വരും നമ്മളെ വീട്ടിൽ? മുല്ലി റോസ് ഇന്ന് വരും എന്ന് ചോദിച്ചു. ഇന്നല്ല, അവർ 2 days കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇന്ന് മാമി വരും. മാമി ഇപ്പൊ കുറച്ച് നാളെ അല്ലേ ഇന്ന്. ഒന്ന് കുളിച്ച് മെനയാവോ? കരിപുരങ്ങളുടെ ജീവിതങ്ങളാണ് കഴിച്ചത്. കുഞ്ഞുമോള് നിത ഒന്നുമില്ല കേട്ടോ. അയ്യോ ഞാൻ ഫാൻ ഓഫ് ചെയ്താലേ നല്ലതാണ്. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, ഭയങ്കര സൗണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇന്ന് ഇവള് വരും. കുഞ്ഞുമോള് ചാവക്കാട് പോയിക്കും, അവൾക്ക് അവിടെയായിരുന്നു ഇലക്ഷൻ. അതുകൊണ്ട്
അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നല്ല വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് നല്ല ഇറച്ചിയും പൂളയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചാണെങ്കിൽ നിസ്കരിച്ചപ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ അവിടെ വന്ന് എന്നെ വിളിക്കൽ തുടങ്ങി. ഞാൻ 5 മിനിറ്റ് കൊണ്ട് കുളിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ. ഇപ്പം കുട്ടികളൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് പോട്ടെ, എന്നിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ, അതൊക്കെ ഒറ്റക്ക് കഴിച്ചിട്ട് നല്ല ഇറച്ചി പൂളയും ചോറും കറി ഇതൊക്കെ ഞാൻ ഒറ്റക്ക് കഴിച്ചിട്ടുണ്ട്. എന്താണെന്നും ഒഴിവുണ്ടാവില്ല. ലില്ലി എവിടെടാ? എവിടെ? റൂമിലാ? അമ്മ ഭക്ഷണം കഴിച്ചില്ല. എല്ലാവരും കളിന്റെ തിരക്കിലാണ്. അപ്പൊ കുഞ്ഞൂസ് ചാവക്കാട് നിന്ന് പെരിന്തൽമണ്ണ വരെ അവള് വരും കേട്ടോ. പിന്നെ അവിടുന്ന് പിക്ക് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഈവനിങ് ഷാജി പോകുമ്പോൾ അവന്റെ കൂടെ ഞാനും പോയിട്ട് അവളെ പിക്ക് ചെയ്യാൻ. കുറെ ദിവസമല്ല അവളെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും വരുമ്പോ എന്തായാലും അവൾക്കൊന്ന് പെരിന്തൽമണ്ണ കറങ്ങേണ്ടി വരുന്ന അറിയാം. അപ്പൊ ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് എണീറ്റ് ഞങ്ങൾ പെരിന്തൽമണ്ണ പോയിട്ടോ. പെരിന്തൽമണ്ണയിൽ പിന്നെ ഇഷ്ടംപോലെ ഫുഡ് സ്പോട്ട് ആണല്ലോ. മിക്കതിലും ഞങ്ങൾ പോയിട്ടുണ്ടാവും. കാരണം കുഞ്ചൂസാണ് എവിടെ പോകണമെന്ന് അവള് ചോദിച്ചാൽ അവൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ പിന്നെ നമ്മുടെ പട്ടാപ്പിലും ഒരുപാട് ഇങ്ങനത്തെ ഫുഡ് സ്പോട്ടുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി കേട്ടോ. അപ്പൊ എന്തായാലും നല്ല രസമാണ് അങ്ങനെ പോയിരുന്ന് കഴിക്കാൻ. അപ്പൊ ഇതാ കുഞ്ചൂസിനെ കുറേ ദിവസം കണ്ടതിന് ശേഷമുള്ള ഒരു ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു പിന്നെ കണ്ടുകൊണ്ടിരുന്നത്. കുട്ടികൾക്കൊക്കെ അവളുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഒച്ചയുമ്പോ അവളല്ലേ. അപ്പം അവളില്ലാഞ്ഞിട്ട് വീട് ഇറങ്ങിയ പോലെയായിരുന്നു. പുതിയ കുട്ടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഗ്യാങ്ങിന്റെ കൂടെ ഇരിക്കാനുള്ള. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ കുറച്ച് ദിവസം എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പട്ടാമ്പിക്ക് പോന്നു. അതിൻ്റെ മുന്നേ ആയിട്ട് എനിക്ക് പെരിന്തൽമണ്ണ നമ്മുടെ മെന്റലിസ്റ്റ് ആദിയുടെ ഇൻസോംനിയ എന്ന് പറഞ്ഞ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, എന്തായാലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നെ ഷാജിയാണ് കേട്ടോ കൊണ്ടുവിട്ടത്. പിന്നെ ഞാൻ എവേർട്ടിൻ്റെ നമ്മുടെ പീരീഡ് പാൻറ്റീസിൻ്റെ കാര്യം പറഞ്ഞത് ആരും മറക്കണ്ട. ഇതുപോലൊരു ലോങ് ഡ്രൈവ് ഒക്കെ ഉണ്ടാകുന്ന ദിവസം നല്ല കംഫർട്ടാണ് കേട്ടോ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫുള്ള് തിരക്കാണ്. നമ്മളെ പെരിന്തൽമണ്ണക്കാരല്ല, ഇങ്ങോട്ട് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ചാറ്റ് പറയേ. ഞാൻ ചിലതൊക്കെ നോട്ടീസ് ചെയ്യാനുണ്ട്. ഇവനൊക്കെ ഒന്ന് തിരിച്ചു വന്നിട്ടാണ് അത് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താ പാടുന്നത്. പിള്ളേരെന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് നവാസിന്റെ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കത് കണ്ടേ പറ്റൂ. അപ്പം കളി കഴിഞ്ഞിട്ട് അവൻ അവരെ സുലുത്താന്റെ വീട്ടിലാക്കി തരാന്ന് പറഞ്ഞു കേട്ടോ. ഞാനും ഈ ഷോ കഴിഞ്ഞിട്ട് ഇന്ന് സുലുവിന്റെ വീട്ടിലേക്കാണ് പോണേ. കാരണം 8 മണിയാവും ഷോ കഴിയുമ്പോഴത്തേനും. നമ്മുടെ പെരിന്തൽമണ്ണ ഷിഫ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് സുലുവിന്റെ വീട്ടിൽ നിന്നിട്ട് നാളെ വീട്ടിൽ പോകാന്നാണ് പ്ലാൻ. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അപ്പൊ എപ്പോഴും കൊച്ചിയിലും അവിടെയും കുറച്ച് ദൂരത്തൊക്കെയാണ് എപ്പോഴും ഷോ ഉണ്ടാവുക. അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ പെരിന്തൽമണ്ണ വന്നിട്ട് എങ്ങനെ കാണാതെ പോകും. മെന്റലിസ്റ്റ് ആദിയുടെ റീൽസ് ഒക്കെ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. അതേ ഒരു മൂഡായിരുന്നു കേട്ടോ. അതായത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെ എല്ലാവരും ക്യൂരിയോസിറ്റി, അതേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രസമുള്ളൊരു ഷോ ആയിരുന്നു കേട്ടോ. ഷോന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം തരും. അതുപോലെ അതിന് ശേഷവും നമുക്കിത് അവരെ കണ്ട് മീറ്റ് ചെയ്ത് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അതിനുള്ള അവസരം തരും കേട്ടോ. അപ്പോൾ ഒരു 5:30 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 8:30 ആയിട്ടോ ഷോ കഴിഞ്ഞപ്പോൾ. പിന്നെ സുലുത്ത വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞ നേരം സുലുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് അവിടുന്ന് നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ച് നമ്മുടെ പട്ടാമ്പി വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അങ്ങനെ അൺപാക്കിങ് ചെയ്ത് നമ്മുടെ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ടൊക്കെ വാഷ് ചെയ്തു. അടുത്ത ആളിതാ ഇവിടെ പഠനത്തിലാണ്. ഓൺലൈനാണോ? അപ്പോൾ നീ നിൻ്റെ ക്യാമറ ഓഫ് ആക്കിക്ക. ക്യാമറ ഓണാക്ക്. ഓക്കെ, ഓൻ്റെ ഗസ്റ്റിംഗ് എത്തുന്ന ടൈമായ പിന്നെ ആട്ടി വിടുക. അങ്ങനെ മടിയൊന്നും പാടില്ല. മടിയല്ല, പേടി അത്ര പാവുണ്ട്. ഓക്കെ, ഞാൻ പോയേക്കാം. അവിടെ ഓൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കണം. പിന്നെ അവിടെ നിന്ന് ആട്ടി ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചില്ല എന്തോ പരസ്യം പറയാൻ വന്നിരിക്കണം. അതല്ല കേട്ടോ, ഇതൊരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ഞാനൊന്ന് സ്പോക്കൺ ഇംഗ്ലീഷിനൊന്ന് ചേർത്തിതാ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതായത് നമ്മളെ കുട്ടികൾക്ക് അത് ശീലമില്ലാത്തതുകൊണ്ട് അവർ നാവിലത് വരാൻ കുറച്ച് പണി. നമ്മളൊക്കെ ഇപ്പോഴാണ് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയാൻ തുടങ്ങി. സ്പോക്കൺ ഇംഗ്ലീഷുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ചേർത്ത്. അപ്പം എനിക്ക് തോന്നി അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് അറിയാത്ത കുട്ടികളൊക്കെ ഈ മറ്റേ വെക്കേഷണൽ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചേർത്തിയാൽ അവർക്കും നല്ല യൂസ്ഫുൾ ആവും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇംഗ്ലീഷ് അറിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു. ഇസുവിനെ ചേർത്തിട്ട് വെച്ച് പോകാൻ പറഞ്ഞു പോലെ നന്നായിട്ട് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. ടെൽ സംതിങ് ഇൻ ഇംഗ്ലീഷ്.
ഈ വാട്ട് വയ്യ വേറെന്നൊക്കെ നമുക്ക് പറയാം. ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയാനാണ് പറഞ്ഞത്. വെക്കേഷൻ ആയാലും ഒരുപാട് നേരം കളിക്കാനുണ്ട്. പുറത്തേക്കും നമ്മൾ വൈകുന്നേരം വിടുള്ളൂ. പിന്നെ വീടിനുള്ളിൽ ഫുൾ ടൈം ഫോൺ കണ്ടിരിക്കല്ലേ. അപ്പോൾ അതിലത്തെ 1 മണിക്കൂർ ഒന്ന് ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചിട്ടൊരു പ്രശ്നമല്ല. ഇനി നമ്മളുടെ പട്ടാമ്പിയിൽ പുതുതായിട്ട് വന്ന നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പട്ടാമ്പി നില ഹോസ്പിറ്റലിന്റെ അടുത്താണ് നെബുലാസ് മദർ ആൻഡ് ബേബി കെയർ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ നമ്മളുടെ പട്ടാമ്പിയിലുള്ള നെബുലാസ് മദർ ആൻഡ് ബേബി കെയറിലാണ് കേട്ടോ. ഇനി ഇവിടെ കാണിക്കൂ. ഇതൊരു കംപ്ലീറ്റ് ആയുർവേദിക് കെയർ ആണ്. മദറിനും അതുപോലെ കുട്ടിക്കുള്ള, അതായത് ഈ പ്രസവാനന്തര ശുശ്രൂഷയൊക്കെ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. പട്ടാമ്പിൽ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളുടെ നാട്ടുകാർക്കും കൂടി ഇനി അധികം ദൂരെ ഒന്നും പോകണ്ടല്ലോ അത് ഈ ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പട്ടാമ്പിക്കാരൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. സീനുകളൊക്കെ ഞാൻ കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ചെക്ക് ചെയ്ത് നോക്കി. അതുപോലെ റീൽസിലും കൊടുക്കാം കേട്ടോ. നമ്മുടെ നെബുലാസിൽ തന്നെയാണ്. ക്ലിനിക് ഉണ്ട്, അതുപോലെ ആയുർ കെയർ ഉണ്ട്. ഇപ്പം ഇതാ നമ്മുടെ മദർ ആൻഡ് ബേബി കെയറും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ മറ്റേ ഗർഭിണികളുണ്ടെങ്കിൽ ഇനി പ്രസവത്തിന് ശേഷം എവിടെ പോകണമെന്ന് ആലോചിക്കുക വേണ്ട. നമുക്കിതാ പട്ടാമ്പിയിൽ തന്നെ അടിപൊളി ഒരു സ്ഥലമുണ്ട്.